പറമ്പിൽ മനുഷ്യ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ. ജനവാസ മേഖലയിൽ വീടിനോട് ചേർന്ന പറമ്പിൽ മനുഷ്യ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി. കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് സമീപം ചാലിയേക്കരയിലാണ് അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെ കാക്കാമക്കൂൽ മീത്തൽ കുഞ്ഞിക്കണ്ണന്റെ വീടിന് സമീപത്ത് നിന്നാണ് ഇവ ലഭിച്ചത്. കുഞ്ഞിക്കണ്ണനെ ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായിരുന്നു. ഇദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ തന്നെയാണോ ഇതെന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. കുഞ്ഞിക്കണ്ണന്റെ സമീപവാസികളാണ് ആദ്യം തലയോട്ടിയും ശരീരത്തിലെ മറ്റെല്ലുകളും ഉൾപ്പെടെ കണ്ടത്. തലയോട്ടിയും അസ്ഥികളും വേറിട്ട നിലയിലായിരുന്നു. ഇവയ്ക്ക് 1 മാസത്തെ പഴക്കമെങ്കിലും ഉണ്ടാകുമെന്നാണ് പ്രാഥമിക നിഗമനം. കുഞ്ഞിക്കണ്ണൻ തനിച്ചായിരുന്നു വീട്ടിൽ കഴിഞ്ഞിരുന്നത്. എന്നാൽ ദിവസങ്ങളായി ഇയാളെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. പേരാമ്പ്ര പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിന് പിന്നാലെ ദുരൂഹത നീക്കി സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഡ്യൂട്ടിക്കിടെ സൈബർ സെൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഹൃദയാഘാതം മൂലം മരിച്ചു. പത്തനംതിട്ട സൈബർ പോലീസ് CPO കുളനട സ്വദേശി 40-കാരനായ അനൂപാണ് മരിച്ചത്. ഇന്ന് രാത്രി 8:45 പത്തനംതിട്ട AR ക്യാമ്പിലെ ക്യാന്റീനിൽ ഭക്ഷണം കഴിക്കവേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കാട്ടാക്കടയിലെ കണ്ടക്ടർക്ക് കുരുക്ക്. മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിക്കെതിരെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ KSRTC കണ്ടക്ടർ അധിക്ഷേപം നടത്തിയെന്ന് യൂത്ത് കോൺഗ്രസ് പരാതി. കാട്ടാക്കട KSRTC ഡിപ്പോയിലെ കണ്ടക്ടർ ടോമിക്കെതിരെയാണ് പരാതി. മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തരമന്ത്രിക്കെതിരെയും വാട്സാപ്പിൽ അസഭ്യം പറയുകയും പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ അപമാനിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. പൂവച്ചൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റിജു വർഗീസാണ് കാട്ടാക്കട ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. സാവരിയ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ലവ് ജിഹാദ്. കേന്ദ്ര സംസ്ഥാന ഇടപെടൽ ആവശ്യപ്പെട്ട വിശ്വ ഹിന്ദു പരിഷത്ത്. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ കൊല്ലപ്പെട്ട സംഭവം ലവ് ജിഹാദാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആരോപിച്ചു. വിദ്യാർത്ഥിനിയായ സാവരിയെ പ്രതിയായ സദറുൽ അനം മതം മാറാൻ നിർബന്ധിച്ചിട്ടുള്ളതായി വ്യക്തമാണെന്നും ഇതിന് വഴങ്ങാത്തതുകൊണ്ടാണ് കൊലപാതകം നടത്തിയെന്നും VHP വക്താവ് വിനോദ് ബൻസാൽ ആരോപിച്ചു. സംഭവത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള പോലീസ്, വിദേശകാര്യ മന്ത്രാലയം, ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ്, ഇന്ത്യൻ എംബസി, ഗവർണർ എന്നിവർക്ക് മുന്നിൽ ആവശ്യം അറിയിച്ചെന്നും VHP വ്യക്തമാക്കി. ആലുവയിൽ ഹോട്ടലിന് നേരെ ഗുണ്ടാക്രമണം. സിഗരറ്റിന്റെ ഗുണനിലവാരത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. സഫർ എന്ന ഹോട്ടലാണ് ഗുണ്ടകൾ ആക്രമിച്ചത്. ഒരാൾ സിഗരറ്റ് വാങ്ങിയ ശേഷം തർക്കം വന്നതോടെ 3 പേരെ വിളിച്ചു വരുത്തുകയായിരുന്നു. കാറിൽ വന്ന 3 അംഗ സംഘം ഹോട്ടൽ ഉടമയെയും ജീവനക്കാരെയും മർദ്ദിക്കുകയായിരുന്നു. ആക്രമണത്തിൽ കടയ്ക്ക് നാശനഷ്ടമുണ്ടായി.